IVF ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിള് പലപ്പോഴും അവർക്ക് നമ്മുടെ ഫോൺ നമ്പറൊക്കെ ആക്സസിബിൾ ആയിരിക്കും. പലപ്പോഴും കിട്ടുന്ന ഒരു ഫോൺ വിളിയാണ്, ഡോക്ടറെ എനിക്ക് ഇന്ന് ചെറിയൊരു തുമ്മലുണ്ട്, ജലദോഷമുണ്ട്, എനിക്ക് ഒരു പാരസെറ്റമോൾ കഴിക്കാവോ, അല്ലെങ്കിൽ ഒരു ആന്റിഹിസ്റ്റമിൻ കഴിക്കാവോ. സത്യത്തിൽ നിങ്ങൾ എന്തിനായി പേടിക്കുന്നത്? ഒരു IVF എന്നുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തോ അണ്ടം വളർത്താൻ വേണ്ടിയുള്ള മരുന്ന് എടുക്കുന്നു മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് പനിയും തുമ്മലും ജലദോഷവും എല്ലാ സമയത്തും ഉണ്ടാവാം. ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? നമ്മളൊരു ഭ്രൂണം നിക്ഷേപിക്കുന്ന ആ ഒരു ഫേസ് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ മരുന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് നമ്മുടെ IVF പ്രക്രിയ ഒരു വിധത്തിൽ നെഗറ്റീവായിട്ട് ഭവിക്കത്തുമില്ല. അതേപോലെ തന്നെ പ്രഗ്നൻസിയുടെ ആരംഭത്തിലെ 3 മാസം പലപ്പോഴും എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ്, നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ ഇല്ലോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മരുന്നും പ്രഗ്നൻസിയിൽ സേഫാണ്. പിന്നെ വളരെ കുറച്ച് ചില ആന്റിബയോട്ടിക്സ്, വേറെ ചില ഗ്രേഡ്സുള്ള മരുന്നൊക്കെ മാത്രമേ കുട്ടികളുടെ ദൂഷ്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന പാരസെറ്റമോള്, തുമ്മലിനും ജലദോഷത്തിനുള്ള മരുന്നുകൾ, ഇതൊന്നും ഒരു 90% ഒരു നെഗറ്റീവ് കംപ്ലൈൻറ്റും IVF എന്ന് പറഞ്ഞ പ്രക്രിയയിലും പ്രഗ്നൻസിയുടെ ആരംഭ മാസത്തിലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പേടിക്കണോ എന്നുള്ള ചോദ്യം വളരെ ബാലിശമാണ്. പക്ഷേ എല്ലാ മരുന്നും ചുമ്മാ എടുത്ത് കഴിക്കല്ലേ, ഒരു ഡോക്ടറോടുള്ള ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം കഴിക്കുന്നത് എപ്പോഴും അഭികാമ്യമായിരിക്കും.